ഹായ് ഡിയേഴ്സ്. ഡെസിമൽ ഡിവിഷനിൽ കുറച്ച് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്യാം. ഡെസിമൽ നമ്പേഴ്സിൻ്റെ ഡിവിഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 0.006 ഡിവൈഡഡ് ബൈ 0.002. 0.006 ഡിവൈഡഡ് ബൈ 0.002. ഓക്കെ, അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ ഡെസിമൽ പോയിൻറ്റിന് ശേഷം 3 ഡിജിറ്റ്, ഡിനോമിനേറ്ററിലും ഡെസിമൽ പോയിൻറ്റിന് ശേഷം 3 ഡിജിറ്റ്. അപ്പോൾ ഡെസിമൽ പോയിൻറ്റിന് ശേഷം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ അതിന് മുമ്പിലുള്ള ഈ സീറോയും ഡെസിമൽ പോയിൻ്റ് എല്ലാം ഒഴിവാക്കിയിട്ട് ആ ഡിജിറ്റ്സിനെ ഡയറക്റ്റ്ലി ഡിവൈഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ 6/2 3 എന്ന് കിട്ടും ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ 8.1 ഡിവൈഡഡ് ബൈ 2.7. ഇവിടെയും എന്താണ്, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡെസിമൽ പോയിൻറ്റിന് ശേഷം 1 ഡിജിറ്റ്സ് ആണ് ഉള്ളത്. രണ്ടവിടെയും ഈക്വൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡെസിമൽ പോയിൻ്റ് ഒഴിവാക്കിയിട്ട് 81 ഡിവൈഡഡ് ബൈ 27 ചെയ്യാം. അത് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ 3 എന്ന് കിട്ടും. ഓക്കെ, ഈ തേർഡ് ക്വസ്റ്റ്യനിൽ നോക്കൂ. 0.09 ഡിവൈഡഡ് ബൈ 0.3. ഇവിടെ നോക്കൂ, ഇവിടെ ന്യൂമറേറ്ററിൽ ഡെസിമൽ പോയിൻറ്റിന് ശേഷം 2 ഡിജിറ്റും ഡിനോമിനേറ്ററിൽ ഡെസിമൽ പോയിൻറ്റിന് ശേഷം 1 ഡിജിറ്റുമാണുള്ളത്. അപ്പോൾ നമുക്കിതിൽ പോയിൻറ്റിന് ശേഷം സെയിം നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആക്കണം. അതിന് വേണ്ടിയിട്ട് താഴെ ഇനി 3ൻ്റെ കൂടെ ഇനി 1 ഡിജിറ്റ് കൂടെ വേണം. അപ്പോഴാണ് ന്യൂമറേറ്ററിലും 2 ഡിജിറ്റ് ആവും, ഡിനോമിനേറ്ററിലും 2 ഡിജിറ്റ് ആവും ഡെസിമൽ പോയിൻറ്റിന് ശേഷം. അപ്പോൾ 1 ഡിജിറ്റാണ് നമ്മൾ എക്സ്ട്രാ ഇനി ആഡ് ചെയ്യുന്നതെങ്കിൽ ഇൻറ്റു 10 ചെയ്യാം. ഓക്കെ, 1 ഡിജിറ്റാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഇൻറ്റു 10ഉം, ഇനി 2 ഡിജിറ്റാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഇനി ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ഇനി 2 ഡിജിറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഇൻറ്റു 100 ചെയ്യണം. 3 ഡിജിറ്റ് ആണെങ്കിൽ ഇൻറ്റു 1000. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്കിനി 1 ഡിജിറ്റ് മതി. ഓക്കെ, 1 ഡിജിറ്റ് മതിയെങ്കിൽ എന്ത് ചെയ്യണം, ഈ 3ൻ്റെ കൂടെ ഇൻറ്റു 10 ചെയ്യണം. 3 × 10 എന്താണ് നമുക്കറിയാം, 30 ആണെന്നറിയാം അല്ലേ. അപ്പോൾ ഇവിടെ 30 ആവും. അപ്പോൾ നോക്കൂ, ഇനിയിപ്പോൾ ഡെസിമൽ പോയിൻറ്റിന് ശേഷം ഈക്വൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യണു, ഇതിന് ഫ്രണ്ടിലുള്ള ഈ പോയിൻറ്റും സീറോസും ഒഴിവാക്കിയിട്ട് ആ ഡിജിറ്റ്സിനെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 9/30. അപ്പോൾ 9 ഡിവൈഡഡ് ബൈ 30. 30 ഡിവൈഡ് ചെയ്ത് പോവുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു പോയിൻ്റ് ഇട്ടിട്ട് ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തു. അപ്പോൾ 90 ആയി. 90ൽ 30 എത്ര ടൈംസ് ഉണ്ട്? 3 ടൈംസ്. 3 30s ആർ 90. മൈനസ് ചെയ്യുമ്പോൾ 0. അപ്പോൾ ആൻസർ എന്താ വരുന്നത്? ആൻസർ 0.3 എന്ന് വരും ആൻസർ. ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായല്ലോ, ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും സെയിം നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആവണം ഡെസിമൽ പോയിൻറ്റിന് ശേഷം. അങ്ങനെ അല്ലെങ്കിൽ സെയിം നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആക്കാൻ വേണ്ടിയിട്ട് 1 ഡിജിറ്റാണ് നമുക്കിനി വേണ്ടതെങ്കിൽ ഇൻറ്റു 10 ചെയ്യാം. 2 ഡിജിറ്റാണ് ആവശ്യമെങ്കിൽ ഇൻറ്റു 100, 3 ഡിജിറ്റ് ആണെങ്കിൽ ഇൻറ്റു 1000. അപ്പോൾ എത്ര ഡിജിറ്റാണോ വേണ്ടത് അതിനനുസരിച്ച് 10, 100, 1000, 10,000 അങ്ങനെ ഇട്ടിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കൂ. 0.08 ഡിവൈഡഡ് ബൈ 0.0004. നോക്കൂ, താഴെ 4 ഡിജിറ്റ് ഉണ്ട് ഡെസിമൽ പോയിൻറ്റിന് ശേഷം, മുകളിൽ 2 ഡിജിറ്റേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇനി 2 ഡിജിറ്റ് വേണം. 2 ഡിജിറ്റാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് വെച്ചാൽ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? ഇൻറ്റു 100. അപ്പോൾ ഇവിടെ 2 0 ഇനി എക്സ്ട്രാ വരും. അപ്പോൾ ഇവിടെ ഈക്വൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആവും ഡെസിമൽ പോയിൻറ്റിന് ശേഷം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഡിജിറ്റിന് മുമ്പിലുള്ള ഈ 0യും ഡെസിമൽ പോയിൻ്റ് ഒഴിവാക്കുക, ഇവിടെയും അതേപോലെ ഒഴിവാക്കുക. അപ്പോൾ എന്തുണ്ട് ഇനി ബാലൻസ്? 800/4. അപ്പോൾ ഇനി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8ൽ 4 2 ടൈംസ് പോകും. അപ്പോൾ ആൻസർ 200. ഇതിന് ആൻസർ 200 ആണ് വരിക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ 0.15 ഡിവൈഡഡ് ബൈ 5. ഓക്കെ, ഇവിടെ
ന്യൂമറേറ്ററിൽ ഡെസിമൽ പോയിൻറ്റിന് ശേഷം 2 ഡിജിറ്റ്. താഴെ നമുക്ക് ഡെസിമൽ പോയിൻറ്റ്സ് ഒന്നുമില്ല, ജസ്റ്റ് ആ ഡിജിറ്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു താഴെയും മുകളിലും ഡെസിമൽ പോയിൻറ്റിന് ശേഷം നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഈക്വൽ ആക്കണം. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ ഇനി എത്ര ഡിജിറ്റ് വേണം? ഇനി ഇവിടെ 2 ഡിജിറ്റ് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 100 ചെയ്യണം. ഓക്കെ, ഇൻറ്റു 100 ചെയ്യണം. അപ്പോൾ ഇൻറ്റു 100 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇതിന് മുമ്പിലുള്ള ഡെസിമൽ പോയിൻറ്റും സീറോയും ഒഴിവാക്കിയപ്പോൾ 15 ഡിവൈഡഡ് ബൈ 100 എന്നാവും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? 15 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് നോക്കിക്കോ, 15ൽ 5 3 ടൈംസ് പോകും, 10ൽ 5 2 ടൈംസ് പോകും. അപ്പോൾ 3/20 എന്നായി. ഓക്കെ, ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. 3/20 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 3നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോറി, ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം. 0.115 ഡിവൈഡഡ് ബൈ 5. താഴെ ഡെസിമൽ പോയിൻറ്റിന് ശേഷം 2 ഡിജിറ്റ് വേണം. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ഇൻറ്റു 100 ചെയ്യാണ്. ഇൻറ്റു 100. അപ്പോൾ ഇവിടുത്തെ ഈ ഡിജിറ്റ്സ് എല്ലാം ഒഴിവാക്കുമ്പോൾ 15/5 ഇൻറ്റു 100 500 ആണ് വരുന്നത് കേട്ടോ. നേരത്തെ ഞാൻ 100 എന്ന് മാത്രമാണ് എഴുതിയത്, അതാണ് മിസ്റ്റേക്ക് വന്നത്. അപ്പോൾ 500. എന്ത് ചെയ്യുന്നു? 15ൽ 5 3 ടൈംസ്, 5ൽ 5 1 ടൈം. അപ്പോൾ ഇനി എന്തുണ്ട്? ന്യൂമറേറ്ററിൽ 3 ഉണ്ട്, ഡിനോമിനേറ്ററിൽ 100 ഉണ്ട്. അപ്പോൾ 3/100 എന്ന് കിട്ടി. ഇനി ഈ 3/100നെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 3/100നെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 3/100. ഓക്കെ, 3ൽ 100 പോവോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു പോയിൻ്റ് ഇട്ടിട്ട് ഇവിടെ 0 ഇട്ടു. ഇനി 30ൽ 100 പോവോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ കോഷനിൻ്റെ പൊസിഷനിൽ ഒരു 0 ഇട്ടിട്ട് ഇനി അകത്ത് വീണ്ടും ഒരു 0 ഇടണം. ഇനി 300ൽ 100 എത്ര ടൈംസ് പോകും? 3 ടൈംസ് പോകും. ഓക്കെ, അപ്പോൾ 300 മൈനസ് ചെയ്യുമ്പോൾ 0 വരും. അപ്പോൾ ആൻസർ എന്താണ്? 0.03. ഓക്കെ, ഇനി ഇങ്ങനെ നമ്മളിപ്പോൾ ഡിവൈഡ് ചെയ്തില്ലെങ്കിലും ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന, നേരത്തെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 3/100 എന്നാണ് കിട്ടിയത്. അപ്പോൾ ഈ ഫ്രാക്ഷൻ നമ്പേഴ്സിൽ അല്ലെങ്കിൽ ഡിവിഷനിൽ ഡിനോമിനേറ്ററിൽ 10 100 1000 ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി അറിയോ? മുകളിലുള്ള നമ്പറിൽ റൈറ്റ് സൈഡിൽ നിന്ന് 2 ഡിജിറ്റ് കണ്ട് പോയിൻ്റ് ഇടുക. ഇവിടെ 2 0 ആണുള്ളത്. അപ്പോൾ 2 ഡിജിറ്റ് കണ്ട് പോയിൻ്റ് ഇടുക. ഇവിടെ ആകെ ഒരു ഡിജിറ്റ് ഉള്ളൂ, അപ്പോൾ 2 ഡിജിറ്റ് ആവണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് ഫ്രണ്ടിൽ ഒരു 0 കൂടെ ഇട്ടിട്ട് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. ഇനി 3/10 ആണെങ്കിൽ നോക്കൂ, ഇവിടെ 10 ആണ്, ഇവിടെ ഒരു 0 ഉള്ളൂ. അപ്പോൾ ഒരു ഡിജിറ്റ് കണ്ട് പോയിൻ്റ് ഇടുക. അപ്പോൾ 0.3 എന്നാവും. ഇനിയിപ്പോൾ 3/1000 ആണെങ്കിൽ ഇവിടെ 3 സീറോസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3 ഡിജിറ്റ് കണ്ട് പോയിൻ്റ് ഇടണം. അപ്പോൾ ഇവിടെ ആകെ ഒരെണ്ണം ഉള്ളൂ, 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു 0 ഇവിടെ ഇട്ട് കൊടുക്കുക, എഗെയിൻ ഒരു 0 ഇട്ട് കൊടുക്കുക, പോയിൻ്റ്. അപ്പോൾ പോയിൻറ്റിന് ശേഷം 3 ഡിജിറ്റ് വരണം. ഇങ്ങനെയാണ് നമ്മൾ ഡിവൈഡഡ് ബൈ 10 100 1000 നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലി ഡിവൈഡ് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.